മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പഴം വിളയിച്ചതാണ്. പഴം വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിട്ടും 4 മണിക്കും എല്ലാം ചായയ്ക്കും കാപ്പിക്കും എല്ലാം നമുക്കിത് ഉപയോഗിക്കാവുന്നതേയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം പാകം വന്നത് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നീട് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് വേണ്ട അത്ര ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ഏകദേശം 100 ഗ്രാം ഉണ്ടാവും. അണ്ടിപ്പരിപ്പും കൂടി വേണം. ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്, ഓപ്ഷണലുമാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബാക്കി പഞ്ചസാരയും തേങ്ങയും പഴവും വെച്ചിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. പഴം ഇതുപോലെ തൊലി കളഞ്ഞ് നമ്മൾ നടു പിളർന്ന ശേഷം ഈ 2 പീസാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഈ വലുപ്പത്തിൽ മുറിച്ചെടുക്കണം. ഇനി കുറച്ചുകൂടി ചെറിയ പീസായിട്ടാണ് നമുക്ക് വേണ്ടത് വിചാരിച്ചാൽ അതുപോലെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യില്ലെങ്കിൽ ബട്ടർ ആയാലും മതി. എണ്ണ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. എണ്ണയിൽ ഇത് ചെയ്യേണ്ട, നെയ്യിൽ തന്നെ ചെയ്യണതായിരിക്കും നല്ലത്. ബട്ടർ ആയാലും കുഴപ്പമില്ല. അത് അലിഞ്ഞ ശേഷം നമുക്കതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. കൂടുതൽ ഫ്ലെയിം ആക്കേണ്ട ആവശ്യമില്ല. ഈ നെയ്യിൽ കടന്ന് ഈ പഴം ഒന്ന് വെന്ത് കിട്ടണം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ കളറൊക്കെ ഒരു ലേശം ചേഞ്ചായിട്ട് കിട്ടും. ആ സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. കൂടുതൽ നേന്ത്രപ്പഴം പഴുത്തത് വേണ്ട. എന്നാൽ നന്നായിട്ട് അത് മുറിച്ചെടുക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ പഴുത്ത മാതിരി വേണം. നല്ല പാകം വന്ന പഴം നമുക്ക് തൊലി കണ്ടാൽ തന്നെ അറിയാം. തൊലി കറുത്ത് പോവരുത്. അങ്ങനെ ആകുമ്പോൾ അതിന് ടേസ്റ്റ് കുറയും. ഇപ്പോൾ ഏകദേശം കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ നെയ്യിൽ വെച്ചിട്ട് വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കത് അതേ പാത്രത്തിലേക്ക് തന്നെ കോരിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്കിത് വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി അതേ പാനിൽ തന്നെയാണ് ഞാൻ 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ആദ്യം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ കയ്യിലുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അത് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കണം. പക്ഷെ ഇത് ചേർത്താലാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടുക. ഏകദേശം അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ച മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം മുന്തിരി നന്നായിട്ടൊന്ന് വീർത്ത് വരുന്ന സമയത്ത് നാളികേരം ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് കിട്ടിയാൽ മതി. കുറച്ച് ഇതുപോലെ കളറൊന്ന് മാറി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്കും വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ പഞ്ചസാര തീരെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഴത്തിന് മധുരമില്ലെങ്കിൽ നമുക്കിതൊരു ടേസ്റ്റ് കമ്മിയാവും പഞ്ചസാര ഇല്ലെങ്കിൽ. അതുകൊണ്ട് ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത്രയും മതി. ഇപ്പം എല്ലാം കൂടി ഒന്ന് പാകത്തിന് മൂപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം.
ഇപ്പോൾ പഴം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യിൽ മാത്രമായിട്ടാണ് നമ്മളിത് പാകം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഈ പഴത്തിന്. നാളികേരവും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ ഇങ്ങനെ വറുത്ത് കോരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുത്തില്ലേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.